നീ ഇന്ന് അനേക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയായിരിക്കാം. നിൻ്റെ കുടുംബവും വ്യക്തിജീവിതവും വലിയ ഭാരത്തിലും അസ്വസ്ഥയിലും ഇരിക്കുന്ന അവസ്ഥയായിരിക്കാം നിൻ്റെ ജീവിതത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, ദൈവമേ, ഈ പ്രശ്നങ്ങളിൽ നിന്ന്, ഈ അസ്വസ്ഥതകളിൽ നിന്ന്, ഈ ഭാരങ്ങളിൽ നിന്ന് എനിക്കൊരു രക്ഷയില്ലേ? യേശു നിശ്ചയമായും പറയുകയാണ്, നിനക്കൊരു രക്ഷയുണ്ട്. സ്വർഗം ഭൂമിയിലേക്ക് യേശു ക്രിസ്തുവിനെ അയച്ചിരിക്കുന്നത് നമുക്ക് രക്ഷ പ്രദാനം ചെയ്യാനാണ്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും യേശു ക്രിസ്തുവിൽ നമുക്കൊരു രക്ഷയുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളോട് നമ്മൾ പറയണം, യേശു ക്രിസ്തുവിൽ എനിക്കൊരു രക്ഷയുണ്ട്. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. വചനം പറയുകയാണ്, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നതിന് വേണ്ടിയാണ്. ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് യേശു ക്രിസ്തുവിലൂടെ ഒരു രക്ഷ നമുക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് യേശുവിനെ പിതാവായ ദൈവം സമയത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം നമ്മുടെ ഓർമ്മയിലേക്കൊന്ന് കൊണ്ടുവരാം. അവിടെ നമ്മൾ കാണുകയാണ്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യേശുവിൻ്റെ പാദാന്ത്യത്തിലിരിക്കുക. അവൾ ശിരസ്സുയർത്തുന്നില്ല. അവളുടെ മുഖം മുട്ടുകൾക്കിടയിൽ താത്തി ആ സമയം മുഴുവൻ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ചുറ്റും നിൽക്കുന്ന ജനം മുഴുവൻ അവളെ വിധിച്ചുകൊണ്ട് അവളുടെ പാപത്തെ എടുത്തു പറഞ്ഞു വർണ്ണിച്ച് അവളെ വലിയ നിരാശയിലേക്കും തകർച്ചയിലേക്കും നയിച്ചുകൊണ്ടിരിക്കുക. മോശയുടെ നിയമപ്രകാരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള വിധി അവൾക്കും അറിയാം. എന്നാൽ യേശുവോട് അവർ ആവർത്തിച്ചവർ ചോദിക്കുന്നു, മോശയുടെ നിയമപ്രകാരം ഇവൾ വധിക്കപ്പെടേണ്ടയല്ലേ? അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ല് എറിയട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കാണുകയാണ്, ചുറ്റും നിന്ന ജനം മുഴുവൻ അലിഞ്ഞില്ലാതാകിയ അവിടെ പിന്നെ നടുക്കു നിന്ന ഈ സ്ത്രീയും യേശുവും മാത്രം. യേശുവോട് ചോദിച്ചു, ആരും നിന്നെ വിധിച്ചില്ലേ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞില്ല ഗുരു. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇനിമേൽ നീ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, യേശു കടന്നു വന്നത് ലോകത്തെ രക്ഷിക്കാനാണ്. യേശു കടന്നു വന്നത് പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് നമുക്കൊരു രക്ഷ നൽകാനാണ്. അതുകൊണ്ട് നമ്മുടെ തകർച്ചയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കണമേ, യേശു എനിക്കൊരു രക്ഷ തരാൻ പോവുകയാണ്. എൻ്റെ കുടുംബത്തിലേക്ക് യേശു കടന്നു വന്നുകൊണ്ട് എൻ്റെ കുടുംബത്തിന് യേശു ഒരു രക്ഷ തരാൻ പോവുകയാണ്. ആ രക്ഷയെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സമയമായിരിക്കുമ്പോൾ ഈശോയുടെ രക്ഷയെ ഞാൻ സ്വന്തമാക്കിയാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അവിടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്, യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ മറുകരയിലേക്ക് പോവുക. അവൻ ആ രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോയി. എന്നാൽ ശിഷ്യന്മാർ ആ തോണിയിൽ മറുകരയ്ക്കുള്ള യാത്ര ആരംഭിച്ചു. പക്ഷേ അവരുടെ യാത്ര ലക്ഷ്യത്തിലെത്തിയില്ല. 2 കാരണം ബൈബിൾ പറയുന്നു. ഒന്ന്, കാറ്റ് പ്രതികൂലമായിരുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരുപക്ഷെ നിൻ്റെ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധം ചില പ്രതികൂലങ്ങളുടെ കാറ്റിൽ നിൻ്റെ ജീവിത തോണി ആടി അലയുന്ന ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം നീ ഇന്ന് കടന്നു പോകുന്നത്. ചില ജീവിത പ്രതിസന്ധികളുടെ, ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ തിരമാലകൾ ഒന്നൊന്നായി ഉയർന്നു വന്ന് നിൻ്റെ കൊച്ചു തോണിയെ, ജീവിത നൗകയെ ഈ പ്രശ്നങ്ങളുടെ മധ്യേ ആടി ഉലയ്ക്കുന്നുണ്ടാകാം. ശിഷ്യന്മാരും ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. യേശു സ്നേഹിച്ചവരെന്നവരും യേശുവിൻ്റെ കൂടെ ആയിരുന്നവരും ഇപ്രകാരമുള്ള സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഇതേ അവസ്ഥയിലൂടെ അവരും ഒരു നാൾ കടന്നു പോയിട്ടുണ്ട്. അവർ ഭയപ്പെട്ട് അസ്വസ്ഥരായിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിച്ച് തങ്ങളുടെ ലക്ഷ്യത്തെ സ്വന്തമാക്കാമെന്നുള്ള ആകുലതയിൽ അവരിയ്ക്കുമ്പോൾ അവർ കാണുകയാണ്, ഈ ഇളകി മറിയുന്ന കടലിനു മീതെ നടന്ന് ഒരു വ്യക്തി അവിടെ അടുത്തേക്ക് വരുന്നു. അവരുടെ സകല ധൈര്യവും ചോർന്നുപോയി. അവർ നിലവിളിക്കുകയാണ്. ഭൂതത്തെയാണ് കാണുന്നതെന്ന് വിചാരിച്ച് അവർ മനസ്സ് തകർന്ന് നിലവിളിക്കുക. അപ്പോൾ യേശു പറഞ്ഞു, ഭയപ്പെടണ്ട, ഇത് ഞാനാണ്.
നിന്നോടും കർത്താവ് പറയുക, നീ ഭയപ്പെട്ടു പോകരുത്. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ തിരമാലകൾ ഉയരുമ്പോൾ അതിനു മീതെ നടന്നു വരുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആ രക്ഷിക്കുന്ന ദൈവം ആ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം തരുവാൻ, ആ പ്രതിസന്ധികളിൽ നിന്ന് നിന്നെ ഒന്ന് വിമോചനം നൽകുവാൻ യേശു നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അത് യേശുവാണെന്ന് തിരിച്ചറിയുവാൻ അപ്പോൾ പത്രോസ് ഈശോയോട് പറയാണ്, കർത്താവേ, അതങ്ങാണെങ്കിൽ, നീയാണെങ്കിൽ, രക്ഷകനാണെങ്കിൽ എന്നോട് അങ്ങയുടെ അടുത്തേക്ക് വരാൻ പറയുക. യേശു പറഞ്ഞു, വരൂ. പ്രിയമുള്ളവരെ, പത്രോസ് യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളുടെ രക്ഷയിലേക്ക് അവൻ്റെ കണ്ണുടക്കി. പത്രോസ് ആയിരുന്ന അവസ്ഥയിൽ നിന്ന് അവൻ്റെ കണ്ണ് രക്ഷകൻ്റെ കണ്ണിലേക്ക് അവൻ്റെ കണ്ണുടക്കിയപ്പോൾ ഈ പ്രശ്നങ്ങളുടെ മീതെ അവന് മെല്ലെ മെല്ലെ നടന്നു പോകുവാനുള്ള ഒരു ആന്തരികമായ സ്വാതന്ത്ര്യം അവന് ലഭിക്കുകയാണ്. അവൻ ആന്തരികമായൊരു കരുത്ത് കിട്ടുകയാണ്, ഒരു ബലം കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി മുമ്പോട്ട് പോയപ്പോൾ കർത്താവിൻ്റെ കണ്ണുകളിൽ പത്രോസിൻ്റെ കണ്ണ് ഉടക്കിയ സമയത്ത് അവൻ ആ ജലത്തിൻ്റെ മീതെ മെല്ലെ മെല്ലെ ഉറപ്പുള്ളൊരു പ്രതലത്തിലെന്ന പോലെ അവൻ മുമ്പോട്ട് നടന്നു. എന്നാൽ ചുറ്റുപാടുകൾ അവൻ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഇപ്പോഴും കാറ്റൊരു സ്ഥലത്ത് ശക്തമായി വീശുന്നുണ്ട്. തിരമാലകൾ ശാന്തമായിട്ടില്ല. അതിലേക്ക് നോക്കിയതേ അവൻ്റെ ഹൃദയം അസ്വസ്ഥമാകുവാൻ തുടങ്ങി. എപ്പോൾ യേശുവിൻ്റെ കണ്ണുകളിൽ നിന്ന് അവൻ്റെ കണ്ണ് പിൻവലിക്കപ്പെട്ടോ, എപ്പോൾ രക്ഷകൻ്റെ കണ്ണിൽ നിന്ന് തൻ്റെ കാലടികളെ, അവൻ്റെ പാദങ്ങളെ ചലിപ്പിക്കുവാൻ തയ്യാറായോ, അവൻ ഏത് പ്രതിസന്ധിയിലായിരുന്നോ അവിടേക്ക് അവൻ ആഴുവാൻ തുടങ്ങി, താഴ്ന്നു പോകുവാൻ തുടങ്ങി. അവൻ നിലവിളിച്ചു, കർത്താവെ രക്ഷിക്കണമേ, കർത്താവെ രക്ഷിക്കണമേ. പ്രിയ സഹോദര സഹോദരി, രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിൻ്റെ നിലവിളി യേശു കേൾക്കാതെ പോവുകയില്ല. രക്ഷയ്ക്ക് വേണ്ടി നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു നിലവിളിക്ക് ഉത്തരം തരാതെ നിൻ്റെ ദൈവം നിന്നെ കടന്നു പോകുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. അവിടെ കാലതാമസമുണ്ടായി. ഉടനെ തന്നെ കർത്താവ് കരം നീട്ടി പത്രോസിൻ്റെ കയ്യിൽ പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ആ രക്ഷകൻ്റെ സന്നിധിയിലാണ് നമ്മളിപ്പോഴായിരിക്കുന്നത്. ആ യേശു നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക് കടന്നു വരും. ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടാകാം, എൻ്റെ ജീവിതത്തിൻ്റെ കടംഭാരത്തിൻ്റെ കൊടുങ്കാറ്റ്, കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട കൊടുങ്കാറ്റുകൾ എൻ്റെ ജീവിതത്തെ ആഞ്ഞടിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്നൊന്ന് രക്ഷപ്പെടുക? എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ ഞാനൊന്ന് അതിജീവിക്കുക? എങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് കടന്നു വരാൻ പറ്റും? നമ്മളൊക്കെ ചിന്തിച്ചു പോയ ധാരാളം നിമിഷങ്ങൾ, സമയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ യേശുവിന് ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. നിൻ്റെ ജീവിതത്തിൻ്റെ നിരവധിയായ ആവശ്യങ്ങളുടെ കൊച്ചോളങ്ങൾ നിൻ്റെ ജീവിത തോണിയെ ഇളകി മറിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ പ്രകാരമുള്ള ധാരാളം നൂറുകണക്കിന് ആവശ്യങ്ങൾ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വരുമ്പോൾ എങ്ങനെ ഇത് ഞാൻ പരിഹരിച്ച് മുമ്പോട്ട് പോകും? ഈ ആവശ്യങ്ങളുടെ വേലിയേറ്റത്തിൽ, അവയുടെ തിരമാലകളിൽ എൻ്റെ ജീവിത നൗക മുങ്ങിപ്പോകുമോ എന്ന് പോലും ചിന്തിച്ച ചില നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? എങ്ങനെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചിന്തിച്ച സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, അവിടേക്കാണ് യേശുവിൻ്റെ രക്ഷ കടന്നു വന്നത്. അവിടേക്കാണ് കർത്താവ് കടന്നു വന്നത്. തുടർന്ന് നമ്മൾ വചനം കാണുകയാണ്, യേശു കരം പിടിച്ച് അവനെ വള്ളത്തിലേക്ക് കയറ്റി. താന്നുപോയവൻ, വെള്ളത്തിലാഴ്ന്നു പോയവൻ, അവനെ കരം പിടിച്ച് യേശു ആ തോണിയിലേക്ക് കയറ്റി. പ്രിയപ്പെട്ടവരെ, അതോടുകൂടി അവിടെ ശാന്തതയുണ്ടാകുക. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം വിശ്വസിക്കുക. യെശയ്യാ 59:1 തിരുവചനം നമ്മൾ വായിക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്. വചനം പറയുകയാണ്, രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യവും സംഭവിച്ചിട്ടില്ല. നീ യേശുവിനെ വിളിക്കണം. രക്ഷയ്ക്ക് വേണ്ടി ഹൃദയം ദാഹിക്കട്ടെ.
അല്ലെങ്കിൽ ചുറ്റുപാടുകൾ ഉയരുന്ന പ്രതിസന്ധിയിലേക്ക് നോക്കി നമ്മുടെ മനസ്സ് തളർന്ന് ജീവിത നിരാശയിലേക്ക് പോകേണ്ടവരല്ല നമ്മൾ. മറിച്ച് നമ്മൾ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം പരിഹരിക്കുവാൻ പരിഹാരകനായി യേശു എൻ്റെ കൂടെയുണ്ട്. അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. അവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ഒരു നാമം മാത്രമേ നൽകിയിട്ടുള്ളൂ. ആ നാമമാണ് യേശു ക്രിസ്തു. അപ്പോസ്തല നടപടിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം പറയാണ്, ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ഒരു നാമം നൽകിയിട്ടുണ്ട്. സ്വർഗം മാനവരാശിക്ക് നൽകിയ നാമമാണ് യേശു. സ്വർഗം മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് നൽകിയ നാമമാണ് യേശു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ വഴി യേശുവിൻ്റെ വഴിയാണ്. രക്ഷയുടെ മാർഗം യേശുവാണ്. ആ യേശുവിനോട് നമ്മൾ ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് പറ്റും. അതിനാൽ നമ്മൾ യേശുവിനായിട്ട് നമ്മുടെ ജീവിതത്തെ കൊടുക്കുക. ഈശോയോട് പറയുക, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരിക കർത്താവേ, എനിക്കൊരു രക്ഷ പ്രദാനം ചെയ്യണം. നമുക്ക് രക്ഷ ആവശ്യമായ അനേക മേഖലകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈശോ അടിയന്തരമായി ഇടപെടേണ്ട ധാരാളം വിഷയങ്ങളുണ്ടാകാം. അവയെല്ലാം കർത്താവിനോട് പറയണം, യേശുവേ, നിൻ്റെ രക്ഷ എനിക്ക് വേണം. പത്രോസ് പറഞ്ഞതുപോലെ, കർത്താവെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ, ഇന്ന് ഞാനായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നീ കടന്നു വന്നുകൊണ്ട് എന്നെ രക്ഷിക്കണമേ എന്ന് നിൻ്റെ ഹൃദയത്തിൻ്റെ കോണുകളിൽ നിന്നൊരു നിലവിളി ഉയർന്നാൽ, പ്രിയപ്പെട്ടവർ, യേശു നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ട് നിനക്ക് രക്ഷയെ പ്രദാനം ചെയ്യും. 2 കൊരിന്ത്യർ 6:2 വചനം പറയുന്നു, അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതായിപ്പോൾ സ്വീകാര്യമായ സമയം, ഇതായിപ്പോൾ രക്ഷയുടെ ദിവസം. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ രക്ഷയുടെ സമയമാണ്. ഇത് ദൈവത്തിൻ്റെ സ്വീകാര്യമായ സമയത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. വചനം പറയുകയാണ്, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു. തുടർന്ന് അവിടുന്ന് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു, ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇത് രക്ഷയുടെ ദിനമാണ്. ഇതെൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷയുടെ സമയമായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ പ്രശ്നങ്ങളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, മറിച്ച് പ്രശ്നങ്ങളുടെ മധ്യേ വന്നു നിന്നുകൊണ്ട് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്ന യേശുവിൻ്റെ മുഖത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ആ യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. അവന് പ്രവർത്തിക്കാനൊരു സ്വാതന്ത്ര്യം കൊടുക്കുക, അവന് പ്രവർത്തിക്കാനൊരു അവസരം കൊടുക്കുക. ദൈവത്തെ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് രക്ഷ ആവശ്യമായ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും എടുത്തു വെച്ചുകൊണ്ട്, ഈശോയെ ഇവിടേക്ക് നീ കടന്നു വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ, നിലവിളി കേൾക്കുന്ന ദൈവം നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരും. അവൻ കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചത് നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുവാനാണ്. അവൻ നമുക്ക് വേണ്ടി ബലിയായി തീർന്നത് നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുവാനാണ്. അവൻ ഉയർത്തെഴുന്നേറ്റത് നമുക്ക് രക്ഷ തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു. ദൈവത്തിന് എത്രയോ പ്രിയപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് എത്ര സ്വീകാര്യരായ വ്യക്തികളാണ്. അതുകൊണ്ടല്ലേ അവൻ നമുക്ക് വേണ്ടി രക്ഷയായി സ്വയം ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചത്. സ്വർഗം അവനെ ഭൂമിയിലേക്ക് വിട്ടത് നമ്മളെല്ലാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ്. യേശു ഭൂമിയിൽ വന്ന് ജനിച്ചതും പീഡകൾ സഹിച്ചതും മരിച്ചതും ഉദ്ധാനം ചെയ്തതും നമുക്ക് നിത്യമായ ഒരു രക്ഷ പ്രദാനം ചെയ്യാനാണ്. പ്രിയപ്പെട്ടവരെ, ആ രക്ഷയെ നമുക്ക് ഓർക്കാം. ആ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മളുടെ കഠിനാധ്വാനം മൂലമല്ല, നമ്മുടെ എന്തെങ്കിലും ത്യാഗോജ്വലമായ ജീവിതം മൂലമല്ല, മറിച്ച് നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ് ഈ രക്ഷയുടെ അനുഭവം. രക്ഷയെ പ്രാപിക്കുവാൻ യേശുവിനെ സ്വന്തമാക്കുക, യേശുവിനെ വിളിക്കുക.
ജീവിതത്തിൻ്റെ ഓരോ ടേണിംഗ് പോയിന്റിൽ എത്തി നിൽക്കുന്നവരുണ്ടാകാം. നാളെക്കുറിച്ച് ആകുലപ്പെടുന്നവരുണ്ടാകാം. മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഒത്തിരി വ്യസനിക്കുന്നവരും ഒരു വഴി പോലും മുമ്പിൽ തെളിഞ്ഞു കിട്ടാതെ നിൽക്കുന്നവരുണ്ടാകാം. യേശു പറഞ്ഞില്ലേ, ഞാനാണ് വഴിയും സത്യവും ജീവനും. ആ വഴിയിലൂടെ യേശു നിന്നെ രക്ഷയുടെ തുറമുഖത്തേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതം ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തെ തുറക്കണം. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുന്നിടങ്ങളിലിരുന്നു കൊണ്ട് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. വചനം പറഞ്ഞു, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ആ രക്ഷ എൻ്റെയും നിൻ്റെയും അവകാശമാണ്. ആ രക്ഷ ചോദിക്കുന്നവർക്കൊക്കെ അവൻ ആ രക്ഷയുടെ അനുഭവം പ്രദാനം ചെയ്യുക. വെള്ളത്തിലേക്ക് താണുപോയ പത്രോസ്, രക്ഷിക്കണമേ എന്നുള്ള അവൻ്റെ നിലവിളിക്ക് ഈശോ ഉത്തരം കൊടുക്കുക. കരം നീട്ടിപ്പിടിക്കുക. കരം നീട്ടിപ്പിടിച്ച് അവൻ ആഴ്ന്നുകൊണ്ടിരുന്ന അവൻ്റെ സകല പ്രശ്നങ്ങളിൽ നിന്നും യേശുവിൻ്റെ തോണിയിലേക്ക് ചേർത്ത് നിർത്തി യേശു തന്നോട് അവനെ ചേർത്ത് പിടിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന 100 വിഷയങ്ങളുടെ മധ്യേ ഇരുന്നു കൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. യേശുവേ, നിൻ്റെ രക്ഷ എനിക്കും അവകാശപ്പെട്ടതാണല്ലോ. ആ രക്ഷ നീ എനിക്കും പ്രദാനം ചെയ്യണമേ. യെശയ്യാ 59:1 അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി, രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യവും സംഭവിച്ചിട്ടില്ല. എൻ്റെ യേശുവേ, ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക്, ഞങ്ങളുടെ രോഗങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക് അവിടുന്ന് രക്ഷകനായി കടന്നു വരണമേ. കർത്താവേ, ഇതങ്ങേക്ക് സ്വീകാര്യമായ ഒരു സമയമാണല്ലോ. ഇതങ്ങ് ഞങ്ങളെ രക്ഷയുടെ ദിനത്തിലേക്ക് ചേർത്ത് വച്ചിരിക്കുകയാണല്ലോ. അതിനാൽ നിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ, ഞങ്ങളുടെ സകല പ്രശ്നങ്ങളിലേക്കും അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ കടന്നു വരണമേ. വ്യക്തി ജീവിതങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞങ്ങൾക്ക് ദൈവികമായ രക്ഷയെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.